എൻ്റെ പേര് ഡെൽസി. എൻ്റെ സ്ഥലം കോതമംഗലം മേഖലയാണ്. ഞാൻ കവളങ്ങാട് പള്ളി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ 23/8/22 ആണ് ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ എൻ്റെ അപ്പച്ചന് വേണ്ടിയാണ് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യമായി ഇവിടെ വന്നത്. എൻ്റെ ആങ്ങളക്കൊച്ചും ഞാനും കൂടിയാണ് വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ അപ്പച്ചന് ശ്വാസമുട്ടുള്ള ആളാണ്. 77 വയസ്സുണ്ട്. സ്ഥിരമായിട്ട് ഇൻഹേലർ വലിക്കുന്ന ആളാണ്. പിന്നെ BP എപ്പോഴും ഹൈ ആണ്. അതിന് മരുന്ന് ഉപയോഗിക്കുന്ന ആളുമാണ്. എൻ്റെ അപ്പച്ചന് പെട്ടെന്ന് മലബന്ധം ഉണ്ടായി ചെന്ന് എന്നും കാണുന്ന ഡോക്ടറെ കോതമംഗലത്തെ ബസോലിസിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, മലബന്ധം എന്തുകൊണ്ടാണ്, നമുക്കൊന്ന് കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് കൊളോണോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ വയറ്റിനുള്ളിൽ ഒരു വലിയ മുഴയായിരുന്നു. മുഴ വളർന്നിട്ട് മലദ്വാരം വഴി പുറത്തേക്കും വന്നു. പിന്നെ ഒരു ലെയർ വളർന്ന് നേരെ കുടലിലേക്കും മുട്ടി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പൺ സർജറി ചെയ്ത് പുറത്തെടുക്കാൻ മാത്രമേ ഇതിന് വേറെ പോംവഴി ഒന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഓപ്പൺ സർജറി ചെയ്യാനുള്ള അവസ്ഥ അപ്പച്ചനില്ല. കാരണം എപ്പോഴും COPD ഉള്ളതുകൊണ്ട് ഇൻഹേലർ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അപ്പച്ചനോട് ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, തൊടുപുഴ സ്മിതയെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴും ഇത് കൊളോണോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ഫസ്റ്റ് ലെയർ ക്യാൻസറിൻ്റെ സെല്ലുകൾ ഉണ്ട്, ചേഞ്ചായി കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് ഓപ്പൺ സർജറി ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ആങ്ങളക്കൊച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് പോയി ഉടമ്പടി എടുക്കാം, കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകാം. ഞാൻ എൻ്റെ ആൻറ്റി കൊണ്ടുപോയി തന്ന പത്രങ്ങളൊക്കെ വായിക്കാറുണ്ടായിരുന്നു എപ്പോഴും. ഞാൻ അതുവരെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നിട്ട് ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചുപോയി. പിന്നെ ഞാൻ ആങ്ങളക്കൊച്ചിനോട് പറഞ്ഞ് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്തു. ഞാനും കൊച്ചും വന്നു. അപ്പച്ചനെയും കൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പച്ചനെയും കൊണ്ട് ഇവിടെ വന്ന് ഞാനും കൊച്ചും പോയി ഉടമ്പടി എടുത്താലേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം പോയി ഉടമ്പടി എടുത്തു. ആങ്ങളക്കൊച്ചും ഉടമ്പടി എടുത്തു. ഞങ്ങളോട് തിരിച്ചിറങ്ങി വന്നപ്പോഴേക്കും അച്ഛൻ പോയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ മാനേജർ പോയി കണ്ടു കഴിഞ്ഞ് അപ്പച്ചൻ്റെ റിസൾട്ടുകളെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ മോളെ രാവിലെ 10 മണിക്ക് പോരെ എന്ന് പറഞ്ഞു. നാളെ വന്നേരെ അച്ഛനെ കാണാം എന്ന് പറഞ്ഞു. അന്ന് ഞാനൊരു ആശാ വർക്കറാണ്. എനിക്ക് എൻ്റെ ഡ്യൂട്ടി പിറ്റേ ദിവസം ഉണ്ടായിരുന്നു. അന്ന് അച്ഛനെ കാണാൻ വരാനായിട്ട് ഞാൻ പലരോടും ഡ്യൂട്ടി ചേഞ്ച് ചെയ്യാനായി വിളിച്ചു ചോദിച്ചു. എല്ലാവർക്കും ഓരോ ആവശ്യങ്ങളായതുകൊണ്ട് അന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. ആങ്ങളക്കൊച്ചിനെയും കൂട്ടി അപ്പച്ചനെ ഇവിടെ വിട്ടു. വന്ന് അച്ഛനെ കണ്ടു, ബ്ലസ് ചെയ്തു. പിന്നെ ഞങ്ങൾ എറണാകുളം ലിസിയിൽ പോയി. എറണാകുളത്തെ ലിസി ചെന്നു. അവിടെയും ഡോക്ടറെ കണ്ടു, ടെസ്റ്റുകളൊക്കെ നടത്തി, കൊളോണോസ്കോപ്പി ചെയ്തു. എല്ലാം ചെയ്തതിന് ശേഷം ഓപ്പറേഷൻ ചെയ്യാം എന്ന് തന്നെ, നമുക്ക് എൻഡോസ്കോപ്പി വഴി നീക്കം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പ്രാർത്ഥനയാൽ തന്നെ ഇരിക്കുകയായിരുന്നു. അമ്മയോട്, കൃപാസന മാതാവിനോട് നിരന്തരം അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ മഴ ഓപ്പൺ സർജറി കൂടാതെ എൻ്റെ അപ്പച്ചന് എടുത്ത് മാറ്റി തരണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ തൈലം എന്നും അപ്പച്ചൻ്റെ വയറ്റത്ത് തൊട്ട് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും. ആദ്യത്തെ ഒരു പ്രാവശ്യം കൊണ്ടുപോയി ചെന്നു, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല. BP കൂടുതലായിരുന്നു, ശ്വാസം മുട്ടായിരുന്നു. പിന്നെ വീണ്ടും വീട്ടിലേക്ക് വിട്ടു. പിന്നെ വീണ്ടും കൊണ്ടുപോയി ചെന്നു. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ല, വീണ്ടും വീട്ടിലേക്ക് വിട്ടു. മൂന്നാമത്തെ പ്രാവശ്യം അപ്പച്ചനെ കൊണ്ട് പോയി മാതാവിനോട് പ്രാർത്ഥിച്ച് അപ്പച്ചനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അഡ്മിറ്റാക്കി കഴിഞ്ഞ് 26-ാം തീയതിയാണ് ഓപ്പറേഷൻ നടക്കുന്നത്. 26/10/22 ഓപ്പറേഷൻ നടന്നു. അന്ന് അനസ്തേഷ്യ ഡോക്ടർ ഇറങ്ങി വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ല, എന്ത് വന്നാലും നിങ്ങൾ തന്നെ ഏറ്റെടുത്തുകൊള്ളണം, ഞങ്ങൾക്ക് ബാധ്യതകളൊന്നുമില്ല എന്ന് ഡോക്ടർ ഇറങ്ങി വന്ന് പറഞ്ഞു. ഞങ്ങളത് സമ്മതിച്ച് ഓപ്പറേഷന് ഞങ്ങൾ തയ്യാറായി. ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി തന്നെ ഇരുന്നു. ഓപ്പറേഷത്തിന് 2 ദിവസം മുന്നേ ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പച്ചന് വേണ്ടി ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദിവ്യകാരുണ്യം കാട്ടിത്തന്നു.
ഒരു ചെറിയ ദിവ്യകാരുണ്യം എനിക്ക് കാട്ടി തന്നത്. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പള്ളിയിലിരിക്കുന്ന ദിവ്യകാരുണ്യം അതല്ല, ഞാൻ വേറെ പള്ളിയിൽ ചെന്നപ്പോഴും അതുമല്ല. പിന്നെ ഞാൻ എറണാകുളത്ത് ലിസി ചെന്നപ്പോൾ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്ന ഒരു ആരാധന സ്ഥലം മാത്രമായിട്ട് ദിവ്യകാരുണ്യം മാത്രം വെച്ചിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ദിവ്യകാരുണ്യം അവിടെ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും എൻ്റെ അപ്പച്ചൻ്റെ കൂടെ ഉണ്ട് എന്ന്. ഞാൻ അപ്പം തന്നെ ഓപ്പറേഷത്തിന് കയറ്റിയതിന് ശേഷം ഞാൻ അവിടെ ചാപ്പലുണ്ടായിരുന്നു. ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നു, അപ്പച്ചനെ ഇറക്കുവാണ്, നീ എത്രയും പെട്ടെന്ന് വന്ന് കാണാൻ. അപ്പോൾ ഞാൻ വേഗം പോയി അപ്പച്ചനെ കണ്ടിട്ട് തിരിച്ചു വന്ന് കുർബാന സ്വീകരിച്ച് ഞാൻ ചെന്നു. അപ്പച്ചൻ്റെ ഓപ്പറേഷൻ 6 മണിക്കൂർ പറഞ്ഞ ഓപ്പറേഷൻ 3 മണിക്കൂർ കൊണ്ട് ചെയ്ത് പുറത്തിറക്കി. പിന്നെ മുഴ 1/3 ചുരുങ്ങി അവർക്ക് ഓപ്പറേഷൻ വളരെ സക്സസ്സായി ചെയ്യാൻ പറ്റി. ആ ക്യാൻസർ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്ന സെല്ലുകൾ ബയോപ്സിക്ക് അയച്ചു. 15 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് റിസൾട്ട് വന്നു. ഒരു സെല്ല് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. വീണ്ടും അപ്പച്ചനെ അടുത്ത മാസവും ടെസ്റ്റിനായി കൊണ്ടുപോയി. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ടെസ്റ്റ് എല്ലാം ഭംഗിയായി നടന്നു. ടെസ്റ്റ് നടത്തിയതിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പം അടുത്ത മാസങ്ങളിലെല്ലാം ടെസ്റ്റിന് പോയി. ഒരു കുഴപ്പം അപ്പച്ചന് ഇന്ന് വരെയില്ല. മരുന്നുണ്ട്, മരുന്നിനാൽ അപ്പച്ചൻ പോകുന്നു. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ ഉടമ്പടി എൻ്റെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടിയായിരുന്നു. എനിക്ക് എപ്പോഴും എല്ലാവരോടും ദേഷ്യം, എപ്പോഴും കോപം. എനിക്ക് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. ആ ദേഷ്യത്തെ എന്നിൽ നിന്ന് എടുത്ത് മാറ്റണേ അമ്മേ മാതാവേ എന്ന് ഞാൻ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കോപത്തെയും കുറവത്തെയും എടുത്തു മാറ്റി എന്നെ എളിമപ്പെടുത്തണേ, എൻ്റെ ശത്രുക്കളെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ മാതാവേ എന്ന് ഞാൻ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഇടവകപ്പള്ളി പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ മാതാവിനോട് കുർബാന സ്വീകരിക്കുന്നതിന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ എൻ്റെ ഈ മാനസികാവസ്ഥയെ, എൻ്റെ ഈ മനസ്സിൻ്റെ ഭാരത്തെ അമ്മയെടുത്ത് നീക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ മാതാവിൻ്റെ രൂപം പെട്ടെന്ന് എൻ്റെ കണ്ണിൽ തെളിഞ്ഞു വന്നു. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മനസ്സിൽ നിന്നുള്ള ആ ഭാരം വിട്ടൊഴിഞ്ഞു. എനിക്കിപ്പോൾ ഞാൻ ഫ്രീ ആണ്. എനിക്ക് മനസ്സിന് യാതൊരു ഭാരവുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പം എനിക്കൊരു ഭാരവും തോന്നുന്നില്ല. പിന്നെ ഒരു സാക്ഷി എൻ്റെ മകന് വേണ്ടിയായിരുന്നു. എൻ്റെ മകൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പഠിച്ചു. +2 പഠിച്ച് അവൻ പൂർത്തിയാക്കിയില്ല. 2 വിഷയം തോറ്റുപോയി. അത് എഴുതിയെടുക്കാൻ പറഞ്ഞിട്ട് എൻ്റെ മകൻ എഴുതിയില്ല. പിന്നെ അവൻ ഭയങ്കര കൂട്ടുകെട്ട്, സ്വഭാവം വളരെ മോശമായി. എപ്പോഴും ദേഷ്യം, കലി, തുള്ളൽ ഒക്കെയായി. അവന് പഠിക്കാൻ വേണ്ടി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ അവനെ വിശദീകരിക്കണമേ, അമ്മേ മാതാവേ അവന് മുടങ്ങിപ്പോയ വിദ്യാഭ്യാസത്തെയും അവൻ്റെ ചീത്ത സ്വഭാവങ്ങളെയും ചീത്ത കൂട്ടുകെട്ടിനെയും മാറ്റി അമ്മ അവനെ വിശദീകരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ അമ്മ മാതാവ് അവനിപ്പോൾ പഠിക്കാൻ പോകാൻ സമ്മതിക്കുകയും അവൻ്റെ ഫീസ് അടച്ച് അവൻ പഠിക്കാൻ 15-ാം തീയതി ക്ലാസ്സിൽ പോയിക്കൊള്ളാമെന്ന് അവൻ ഉറപ്പുവരുത്തുകയും ചെയ്തു. വീണ്ടും എൻ്റെ ഒരു മോന് വേണ്ടിയിട്ടാണ് എൻ്റെ മകൻ്റെ കൂട്ടുകാരനാണ്. എൻ്റെ മകന് 20 വയസ്സാണ്. എൻ്റെ മോൻ്റെ പേര് ആൽബിൻ എന്നാണ്. എൻ്റെ മകൻ്റെ കൂട്ടുകാരൻ്റെ പേര് ആൽബിൻ എന്നാണ്. അവന് +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തലവേദന വന്നു അവൻ ബോധം കെട്ട് വീണു. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ തലയ്ക്കകത്ത് ട്യൂമറായിരുന്നു. അങ്കമാലിയിലായിരുന്നു ട്രീറ്റ്മെൻറ്റ്. അവനെ അവിടെ ഓപ്പറേഷൻ ചെയ്തു. ട്യൂമറാണെന്ന് സ്ഥിരീകരിച്ചു. അവിടെ നിന്നും അവനെ ഇപ്പോൾ തിരുവനന്തപുരത്ത് കീമോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ റേഡിയേഷനും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവന് വേണ്ടിയും ഞാൻ ഉടമ്പടി വെച്ചു, മാതാവേ അവനെ സൗഖ്യപ്പെടുത്തണമേന്ന്. ഇപ്പോൾ റേഡിയേഷൻ ഞാൻ കഴിഞ്ഞ ആഴ്ച അവനെ പോയി കണ്ടു. അവന് വളരെ സ്മാർട്ടായിട്ടിരിക്കുന്നു. നല്ല ആദ്യത്തേക്കാളൊക്കെ ഒരുപാട് നല്ല സൗഖ്യം മാതാവ് അവന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം എഴുതി കൊടുത്തത് കഴിഞ്ഞത് പിന്നെ എനിക്കൊരു ഫോൺ കോൾ വന്നു. അവൻ തിരുവനന്തപുരത്താണ്, കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മമ്മേ എനിക്ക് കൃപാസനത്തിൽ പോകണം. ഞാൻ കൃപാസന മാതാവിനെ സ്വപ്നം കണ്ടു. ഞാൻ നാളെ വരും, എനിക്ക് അടുത്ത ആഴ്ച തന്നെ കൃപാസനത്തിൽ വരണം എന്നും പറഞ്ഞ് അവൻ ഇപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ അവന് വേണ്ടി ഉടമ്പടി വച്ചിരുന്നതായിരുന്നു.
പിന്നെ ആത്മീയമായി എന്നെ ഒരുപാട് വിശദീകരിച്ചു. ഞാൻ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും. ഞാൻ ഒരു ആശാ വർക്കറാണ്. പാലിയേറ്റീവ് പേഷ്യൻറ്റിനെ നോക്കാനായിട്ട് പോകും. എനിക്ക് പറ്റുന്ന സഹായങ്ങൾ എല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. പിന്നെ എല്ലാ ആഴ്ചയിലും കുർബാന കാണും. എനിക്ക് പറ്റുന്ന എല്ലാ സഹായങ്ങളും എല്ലാവർക്കും ചെയ്തു കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നു. എനിക്ക് വേണ്ടി ഇത്രയധികം സഹായങ്ങൾ ചെയ്തു തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.